പറയുന്ന ഒരു 28കാരി പണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തുടങ്ങിയതാണ് ഒരു കമ്പൽസീവ് ഷോപ്പിംഗ് ബിഹേവിയർ അല്ലെങ്കിൽ ഒന്യോമേനിയ എന്ന് പറയുന്നത്. അതായത് പുതിയ പുതിയ ക്ലോത്ത്സ് വാങ്ങിക്കുക, അല്ലെങ്കിൽ അതിന് റിലേറ്റ് ചെയ്ത ആക്സസറീസ് വാങ്ങിക്കുക. ഇങ്ങനെ വാങ്ങിക്കുന്നതിലൂടെ ആ ഒരു പെൺകുട്ടിക്ക് ടെമ്പററി ആയിട്ടുള്ള ഒരു ബൂസ്റ്റ് കിട്ടുകയാണ്. എന്തിന്? മൂഡ് ബൂസ്റ്റ് കിട്ടുകയാണ്. ആ ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ ഒരു ത്രില്ല് കിട്ടുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഹാപ്പിനെസ് കിട്ടുന്നു. അത് പിന്നെയും കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെയും ഡ്രസ്സ് വാങ്ങിക്കുകയാണ്, പുതിയ പുതിയ ഡ്രസ്സ് വാങ്ങിക്കുകയാണ്. ഓൺലൈനിലൊരു സെയിൽ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ആ ഒരു സാധനം വാങ്ങിച്ച്, അത് ബഡ്ജറ്റിന് അപ്പുറത്തോട്ടായിരിക്കും, നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിന് അപ്പുറത്തോട്ടുള്ള സാധനമായിരിക്കും. പക്ഷേ ഈ ഒരു പെൺകുട്ടി അത് വാങ്ങിച്ച് പിന്നീട് പല കടബാധ്യതകളിലോട്ടും ആ പെൺകുട്ടീനെ അത് ലീഡ് ചെയ്തു. ഈ ഒരു ബിഹേവിയറിനെയാണ് നമ്മൾ കമ്പൽസീവ് ഷോപ്പിംഗ് അഡിക്ഷൻ അല്ലെങ്കിൽ ഒന്യോമേനിയ എന്ന് പറയുന്നത്. പലർക്കും ഉള്ള ഒരു ബിഹേവിയറാണ് ആൽക്കഹോൾ അഡിക്ഷൻ അല്ലെങ്കിൽ ഗാംബ്ലിംഗ് അഡിക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രത്യേക തരം ഷോപ്പിംഗ് അഡിക്ഷനാണ് ഒന്യോമേനിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് 1915 എമിൽ ക്രെപ്ലിനാണ് ഈ ഒരു ഷോപ്പിംഗ് അഡിക്ഷനെ ഒന്യോമേനിയ എന്നൊരു ടേമായിട്ട് പറഞ്ഞത്. ഒന്യോമേനിക് ആയിട്ടുള്ള ഒരു വ്യക്തി സ്ട്രെസ്സ് വരുമ്പോൾ അല്ലെങ്കിൽ ആൻസൈറ്റി വരുമ്പോൾ ഒക്കെ പെട്ടെന്ന് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഒരു സഡൻ അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു റിലീഫ് അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടുകയാണ്. പക്ഷെ പിന്നീട് വാങ്ങിച്ച് കഴിയുമ്പോൾ അവർക്കൊരു ഗിൽട്ട് ഫീലിംഗ് അവരുടെ ഉള്ളിൽ വരുന്നു. ഇത് വരാനുള്ള ഒരു റീസൺ അല്ലെങ്കിൽ ഇതിൻ്റെ കോസസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആ വ്യക്തിക്ക് ഒരു ലോ സെൽഫ് എസ്റ്റീം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ ലോൺലിനെസ് ആയിട്ടുള്ള ഫീലിംഗ് വരുമ്പോഴായിരിക്കും ഇവർ കൂടുതലും ഷോപ്പിങ്ങിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ പുതിയ പുതിയ ഡ്രസ്സസ് വാങ്ങിക്കാനുള്ളൊരു ത്വര അവർ കാണിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചറൽ ഇൻഫ്ലുവൻസ് കാരണമായിരിക്കാം, അതായത് ഒരു സൊസൈറ്റിയിലോട്ട് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കാം അവർ ഷോപ്പിംഗ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികൾ ചിലപ്പോൾ 4 മാസം കൊണ്ട് ഒരു 100 ഹാൻഡ് ബാഗ്, അവർക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ഒരു 100 ഹാൻഡ് ബാഗ് 4 മാസം കൊണ്ട്, അതുപോലെ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്ലോത്ത്സ് വാങ്ങുക. അങ്ങനെ ഒരു ഇച്ചിരി സമയം കൊണ്ട് അവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതിനോടപ്പുറത്തേക്ക് അവർ വാങ്ങിക്കുന്നതിനാണ് നമ്മൾ കമ്പൽസീവ് ഷോപ്പിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് CBT വഴി നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്കറിയാവുന്ന ഒരു ഷോപ്പഹോളിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ഇത് അയച്ചു കൊടുക്കാം. താങ്ക് യു.